ഹാരിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 14, അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. സ്കൂൾക്ക് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ആണല്ലോ ഒന്ന് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ പൗഡറൊക്കെ ഇട്ട് ഓളന്നെ ഒരു വിധം ഒരുങ്ങിയിരിക്കണം. അപ്പോൾ അതിൻ്റെ വേല ഞാനൊന്ന് ഒരുക്കി കൊടുക്കുക. അപ്പോൾ മൂർത്താകിന് മുടി കുറച്ച് മുടി വെട്ടിയിരിക്കണം. അപ്പോൾ മുടി എങ്ങനെ കെട്ടിയിട്ട് ശരിയാവണില്ല. അപ്പോൾ അതിൻ്റെ ഒരു എറിയുമ്പോഴുണ്ട്. പിന്നെ കൺമഷിയൊക്കെ ഇട്ട് കൺമഷിയും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒരുങ്ങുകയാണെങ്കിൽ നല്ലോണം ഒരുങ്ങും, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ കാര്യം പോകുക. അപ്പോൾ ഒന്ന് കുറച്ച് ഒരുങ്ങി വെള്ള ഡ്രസ്സ് ഇട്ടപ്പോൾ ഒന്ന് കുറച്ചൊക്കെ ഒരുങ്ങി മാറ്റി പൗറാക്കി പോവുകയാണ്. അങ്ങനെ കൺമഷി ചെയ്തലും ഒക്കെ കഴിഞ്ഞതായപ്പോൾ വള ചെയ്തിട്ടിട്ടും വളയും മാല ചെയ്തിട്ടിട്ടും ശരിയാവണില്ല. ഒക്കെ കേടെടുത്തിക്കണേ. കൺമഷി ഇട്ടതിന് കുറ്റം പറയാണ്. ഒരു കണ്ണിന് വാലും ഉണ്ട്, ഒരു കണ്ണിന് വാലും ഇല്ലാന്ന് കുറ്റം പറയാപ്പോൾ അത് ഇതെന്താ കഴിച്ചത്. പിന്നെ ഓള് കഴിഞ്ഞ് ഓള് പോയി. ബസ് വന്ന് ഓള് പോയിട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മന്തിയാണ് സ്പെഷ്യൽ. വെള്ളിയാഴ്ച സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് മന്തിയാണ്. അത്യാവശ്യം വലിയ സാധാ ചെറിയ കഷ്ണമല്ല, അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് മന്തിക്ക് ബീഫ് മുറിച്ചതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മന്തി മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടുകൊണ്ട് ഞാനതൊന്ന് കുറച്ച് വെള്ളവും പറഞ്ഞുകൊണ്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ കുക്കറിൽ. പിന്നെ മുഴുവനായിട്ടും വേകണം കേട്ടോ, ഹാഫ് വേവൊന്നുമല്ല. പിന്നെ ഒരു വേവിക്കലൊന്നും ഉണ്ടാവില്ല എന്നല്ല, പിന്നെ ഒരു വേവിക്കലില്ല. അപ്പോൾ ഇതിൽ തന്നെ നല്ലോണം വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ വിസിലടിക്കട്ടെ. അപ്പോൾ 2 കിലോനാണ് കേട്ടോ ഞാൻ വെക്കണേ. 2 കിലോ ബസുമതി റൈസാണ്. പിന്നെ വെള്ള, ഗോൾഡൻ അല്ല വെള്ള. സാധാരണ മന്തിക്ക് ഗോൾഡനാണ് ഇട്ടെടുക്കൽ. അപ്പോൾ ഇന്ന് വെള്ള റൈസാണ് കൊടുന്നിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മാഗിക്കട്ടിയും ഒരു തക്കാളി ഇട്ട് ഒരു പേസ്റ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. 2 കിലോത്തേക്ക് 4 മാഗിക്കട്ടിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വിറകടുപ്പിൽ ചെമ്പട്ടിയിൽ വെള്ളം വെച്ചിരിക്കണം. കറുകപ്പട്ടിയും ഏലക്കായും ഗ്രാമ്പും ഉപ്പ് ഇട്ടിട്ട് അത് മാറ്റി വെക്കുകയാണ്, തിളക്കട്ടെ. ഇങ്ങനെ കൂടുതലുണ്ടാകുമ്പോൾ ഞാൻ വിറകടുപ്പ് തന്നെ കേട്ടോ വെക്കൽ. കൂടുതൽ പറഞ്ഞാൽ പിന്നെ 2 കിലോനാണ് വെക്കണത്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അതിൽ അരി കഴുകി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ ഞാൻ കുതിരാൻ വെച്ചിരുന്നു കേട്ടോ അരി. അപ്പോൾ അതൊന്ന് എന്ത് വരട്ടെ. പകുതി വേവുള്ളതാണ് കേട്ടോ ഞാൻ വേവിക്കണത്. അരി ഒരു 60% വെന്താൽ മതി. ഫുള്ളായിട്ടും വേവരുതെന്ന തീരെ കുറച്ചൊരു അരി ഇങ്ങനെ കടിക്കണം. അപ്പോൾ ഞാൻ മസാലക്കില്ലേ, ബീഫിൻ്റെ മസാലക്ക് ഞാൻ സൺഫ്ലവർ ഓയിലും 200 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് അതിൽ ഞാൻ പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും മാഗിക്കട്ടി ഇട്ട് ആ ഓയിലിട്ട് വാട്ടുക കേട്ടോ. അതിക്ക് 2 ടേബിൾ സ്പൂണ് മന്തി മസാലയും 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നല്ലോണം അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും. അപ്പോൾ തന്നെ നമ്മൾ ബീഫ് പിന്നെ കുക്കർ വിസിലടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടില്ല. അപ്പോൾ ഇതിന് ഞാനിനി കരി ആവരുതാണ് അത് ഓഫാക്കി. അപ്പോൾ അതിലുള്ള വെള്ളം തന്നെ അതിലേക്ക് പറഞ്ഞിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിക്കണം കേട്ടോ, നല്ല വേവിക്കണം. അപ്പോൾ നിങ്ങൾ അഥവാ വെക്കുകയാണെങ്കിൽ ഇത് വെന്തിക്കണമെങ്കിൽ പിന്നെ ഈ ഒരു അടച്ചു വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാനിതേക്ക് ഒരു ക്യാപ്സിക്കനും മല്ലിച്ചപ്പും പൊതിനയും ഇട്ടിട്ട് പിന്നെ ഒന്ന് വാട്ടുകയാണ് കേട്ടോ. വാട്ടല്ല, ഇത് അടച്ചു വെക്കും.
ഇത് നല്ലോണം മിക്സാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ ഈ ക്യാപ്സിക്കന് വേവണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഈ ചട്ടീൻ്റെ ചൂടും മറ്റേ ബാക്കിയുള്ള ഇറച്ചിൻ്റെ ചൂടൊക്കെ തട്ടിയാണ്ട് തന്നെ ഈ ക്യാപ്സിക്കം വേവും കേട്ടോ. പിന്നെ ഒന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ അരിയൊക്കെ ചോറ് വെന്തത് ഞാൻ ഊറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഇനി ചെമ്പട്ടിയിൽ ഇത് സെറ്റാക്കണമല്ലോ. അപ്പോൾ ആ തിളപ്പിച്ചൂറ്റിയ ചെമ്പട്ടി തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ അടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും വാർന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിലൊന്ന് അടിക്ക് പിടിക്കാതെ വെക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ചെറിയ അടിക്ക് എന്തായാലും പിടിക്കും. അപ്പോൾ ആദ്യം ചോറിട്ടിട്ട് പിന്നെ കുറച്ച് ബീഫ് ഇട്ടിട്ട് പിന്നെയും കുറച്ച് ചോറിട്ട് അങ്ങനെ ലെയറായിട്ടാണ് കേട്ടോ സെറ്റാക്കുക. അല്ലാതെ അടിയിൽ മാത്രം ബീഫ് ഇട്ടിട്ട് മേലെ ചോറിട്ടാൽ ആ ചോറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അടിയിൽ ആ ബീഫ് മാത്രം അടിയിലാവുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ആണ് മന്തിക്ക് രസം കേട്ടോ. സാധാരണ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ദമ്മിടുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുക, അടിയിൽ മാത്രം. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറിന് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ അരി ആവുമ്പോൾ നല്ലോണം വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പകുതി വേവിൽ മതി. ഉള്ളിലിങ്ങനെ ഒരു കടിപ്പ് അരി ഇങ്ങനെ കടിച്ചു മണന്നാൽ നല്ലതാകും നല്ലോണം ഉണ്ടാവും ചെയ്യരുത്. അപ്പോൾ അത് നല്ലോണം വെന്താൽ നമ്മൾ ഈ ദമ്മിടുമ്പോൾ തന്നെ ദമ്മ് കുറച്ചിട്ട് ഒരു കണലത്ത് നിൽക്കുമല്ലോ. അപ്പോൾ നല്ലോണം വെന്താൽ പിന്നെ ഈ ചോറ് ഒരു രസം ഉണ്ടാവില്ല, മന്തിൻ്റെ ഒരു ഇതുണ്ടാവില്ല. അതിപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ ഒരു 3 മുളക് കുത്തിക്കണം കേട്ടോ. മുളക് കുത്തി സ്മോക്ക് ഇടണം. സ്മോക്ക് ഇട്ടാൽ പിന്നെ അടച്ച് വെക്കൽ കുറച്ച് കളറും പറഞ്ഞിരിക്കണം കേട്ടോ ഒരു ചൊറുക്കിന്. അത് കഴിഞ്ഞ് കുറച്ച് സമയം അടച്ച് വെച്ച് കുറച്ച് സമയം ദമ്മിടും. പള്ളി വിരിഞ്ഞ് വരുവോളം ഇന്ന് അടുപ്പത്ത് കിടക്കട്ടെ. എല്ലാം വെന്തതാണല്ലോ, പിന്നെ ഒന്ന് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കത്തിക്കാതെ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഗ്യാസുമ്മലാണെങ്കിൽ ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് ആവി ഒന്ന് വരിച്ചാൽ മതി. എൻ്റെ ആവശ്യമില്ല. ഇത് വിറകടുപ്പ് ആലുവ ആയതുകൊണ്ടേ നല്ല കണലും നല്ല ചൂടേക്കാരം. കണലില്ലെങ്കിൽ തന്നെ നല്ല ചൂടുണ്ടാവും. ജുമായ എറിഞ്ഞ് വന്ന് ഞാൻ മന്തിയൊക്കെ ഇളക്കി സെറ്റാക്കിക്കണം കേട്ടോ. അപ്പോൾ ഇളക്കിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, കാണാനല്ല ചൊറുക്കില്ലേ, കഴിക്കാനും അതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ മോള് ബർത്ത്ഡേന്ന്, അപ്പോൾ ആദ്യം കേക്കൊന്നും മുറിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികളെല്ലാവരും മുറിക്കണം എന്നാ. അപ്പോൾ രാത്രി പോയി കുഞ്ഞുട്ടി കേക്കൊക്കെ കൊടുന്ന്. ഞങ്ങളുടെ ബർത്ത്ഡേൻ്റെ രാത്രിയാണ് കേട്ടോ. എല്ലാവരും വന്നിട്ടേ ഇപ്പിയും എല്ലാവരും വന്നിട്ടാണ് ഞങ്ങൾ കേക്ക് മുറിക്കൽ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേക്കുള്ള ആഘോഷം. ഒരു കേക്ക് മുറിച്ച കുട്ടികൾ, ഇതൊക്കെ ഞങ്ങളെ കുട്ടിപ്പട. അപ്പോൾ അങ്ങനെ കേക്ക് കൊടുത്ത് എല്ലാവരും കൊടുത്ത്, പിന്നെ ഞങ്ങൾക്ക് ആണുങ്ങളൊക്കെ പുറത്ത് പോകും. പിന്നെ ഞങ്ങൾ കുറച്ച് പാട്ടിട്ട് നല്ല ഡാൻസ് കളിച്ചു. അതന്നെ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അസ്സലാമു അലൈക്കും.